ഇപ്പോൾ വരുന്നൊരു വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിലെ അതിജീവിത മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒരു കത്ത് നൽകിയിരിക്കുകയാണ് എന്നുള്ള വാർത്തയുടെ അപ്ഡേഷനാണ് വരുന്നത്. കത്തിൽ വൈകാരികമായ ചില പരാമർശങ്ങളുണ്ട്. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്, എന്നാൽ താൻ പൊതുസമൂഹത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. തീർച്ചയായും നമുക്ക് എന്തായാലും അതിന്റെ വിവരങ്ങൾ. തോറ്റു എന്ന് പറഞ്ഞാല് 8 നിലയിൽ പൊട്ടി. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പരാതികളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് AKG സെന്ററിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ. അപ്പോ ഈ AKG സെന്ററിന്റെ അവസ്ഥ എന്താ? ഇപ്പോ അവിടെ ഒരു കൂട്ടമരണം അല്ലെങ്കിൽ ഒരു കൂട്ട ആത്മഹത്യ ഒക്കെ നടന്ന ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളത്. കാരണം എന്താ, എല്ലാം തോറ്റു തുന്നം പറയും. സർക്കാർ വന്നല്ലോ. സർക്കാരാണെങ്കിൽ വലിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ജനപ്രിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പം എന്തെങ്കിലും ഒന്നിങ്ങനെ കോലിട്ട് തിരിക്കണമല്ലോ. തിരിക്കണം. അപ്പോൾ ഒരു കത്ത്, ഏത് കത്തയക്കുക മുഖ്യമന്ത്രിക്ക്. തന്നെ അപമാനിക്കുന്നു നിരന്തരമായിട്ട്. ആരാ അപമാനിക്കുന്നത്? ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ആരാ അപമാനിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടാണ് അപമാനിക്കുന്നത്? അല്ല, പിന്നെ ആരാ അപമാനിക്കുന്നത്? ആരൊക്കെയോ അപമാനിക്കുന്നു. ആരൊക്കെയോ അപമാനിക്കുന്നു. അതിന് എന്താ വേണ്ടത്? അതിന് മുഖ്യമന്ത്രിക്കാണോ കത്തയക്കേണ്ടത്? അല്ലെങ്കിൽ അതിന് ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിക്കാണോ കത്തയക്കേണ്ടത്? അങ്ങനെയാണോ എല്ലാവരും ചെയ്യുന്നത്? എന്താ ഈ പറയുന്ന കേസിലെ പരാതിക്കാരികൾക്ക് മാത്രം എല്ലാം ഡയറക്റ്റ് മുഖ്യമന്ത്രി, ഡയറക്റ്റ് ആഭ്യന്തരമന്ത്രി ഇവർക്കൊക്കെ പോകുന്നത്? ഇവിടെ കേരളത്തിൽ എല്ലാ ജനങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പലരും ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ടല്ലോ. അവരുടെ കാര്യത്തിലൊക്കെ നിരന്തരമായിട്ട് പരാതി അല്ലെങ്കിൽ എന്തെങ്കിലും കത്തൊക്കെ നേരെ മുഖ്യമന്ത്രിക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കാണ് പോകുന്നത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലൊന്നും ഒരു പരാതിയും വരാറില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നടപടി എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ, നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയുള്ള പോലീസ് സ്റ്റേഷൻ, അവിടെ ഒരു പരാതി കൊടുക്കും. നടപടിയില്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകും. അവിടെയും നടപടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണല്ലോ സാധാരണഗതിയിൽ. ഈ പറയുന്ന ആളുകൾക്കൊക്കെ എല്ലാം ഡയറക്റ്റ് മുഖ്യമന്ത്രിയിലേക്കും ആഭ്യന്തരമന്ത്രിയിലേക്കുമാണല്ലോ. അപ്പം അതിലെന്തോ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയാണ് ഉണ്ട്. ഇതേ രാഷ്ട്രീയ ലക്ഷ്യം എപ്പോഴുണ്ടായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുമ്പോണ്ടായിരുന്നു. അല്ലേ? ആരോ ഒന്നോ രണ്ടോ ചില എന്താ പറയേണ്ടത്, ഏതോ ചോദിക്കാനും പറയാനൊന്നും ഒന്നുമില്ലാത്ത ഇങ്ങനെ തോന്നിയ പോലെ അഴിഞ്ഞാടി നടക്കുന്ന ആരൊക്കെയോ വന്നിട്ട് ആദ്യം വാർത്താ സമ്മേളനം നടത്തുന്നു. എന്തോ വലിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ ഭരിക്കണമെന്ന് അല്ലേ? അപ്പോൾ പോലീസുകാർ ഒരു ചാക്ക് കൊടുത്ത് നടക്കുന്നു. പരാതിക്കാരുണ്ടോ പരാതിക്കാർ. എന്നിട്ട് ഈ പറയുന്ന ആളുകളെയൊക്കെ പോയി കാണുന്നു. പരാതി കൊടുക്കണം, നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഞങ്ങളില്ല എന്ന് പറയുന്നു. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം പരാതിയുമായിട്ട് വരുന്നു. അതും എവിടെയാ? നേരെ മുഖ്യമന്ത്രിയുടെ അടുത്ത്. എന്നാൽ പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന വ്യക്തി എന്തുകൊണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചാക്കുമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചപ്പോൾ പരാതി ഇല്ല, നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ പരാതിയുമായിട്ട് ഈ പറയുന്ന SIT, അവിടെ ഒരു SIT ഉണ്ട്, ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. അവരെ കാണാതെ ഡയറക്റ്റ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയി. എല്ലാത്തിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ? ഇപ്പോഴിതാ വരുന്നു. എന്താണ്? സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി ആക്ഷേപിക്കുന്നു. ആരാ ആക്ഷേപിക്കുന്നത്? എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ കേട്ടത് പലപ്പോഴും കേരളത്തിലെ ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതേ കേസ് കേരളത്തിലെ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇതേ കേസ് കേരളത്തിലെ ഹൈക്കോടതിയിലെത്തി. അപ്പോൾ കോടതി ചോദിച്ചു, എവിടെ പീഡനം, എവിടെ ബലാത്സംഗം, എവിടെ ഗർഭഛിദ്രം, എവിടെ? എന്നിട്ട് കുറേ ഇൻസിഡൻറ്റുകൾ കോടതി തന്നെ പറയുന്നു. ഏതാണ്? അബോർഷന് വേണ്ട മരുന്ന് വേണം. ആരാ പറയുന്നത്? പരാതിക്കാരി. ആരോടാ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനോട്. നിരന്തരമായി ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് എവിടെയാ എത്തിക്കേണ്ടത്? എത്തിക്കേണ്ട സ്ഥലം, ലൊക്കേഷൻ, അഡ്രസ്സ്, സമയം എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പരാതിയിൽ പറയുന്നതോ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി. പിന്നെ പരാതിയിൽ പറയുന്നതോ
ആദ്യം കണ്ടപ്പോൾ തന്നെ പീഡിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടും നിരന്തരമായി രാഹുലിനെ തേടി പോകുന്നു. അപ്പോൾ കോടതി ചോദിക്കുക, ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾ സ്വമേധയാ പലതവണ രാഹുലിനെ കാണാൻ പോയല്ലോ, അപ്പോൾ ഇതെങ്ങനെയാ പീഡനമാകുന്നത്? അപ്പോൾ ഒരു വർത്താനൊന്നുമില്ല. അപ്പോൾ ഇതാരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അപമാനിക്കല്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ കോടതി ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് എടുക്കണേ? അത് അപമാനിക്കലാണോ? അല്ലെങ്കിൽ കോടതി നിങ്ങൾ പറയുന്നൊക്കെ അംഗീകരിച്ചിട്ട് ഒന്നും മിണ്ടരുത് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതല്ല, ഇനിയിപ്പോൾ കോടതി ചോദിച്ച ചോദ്യം ആരെങ്കിലും ഇതാണ് കോടതി ചോദിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് അപമാനിക്കലാകുമോ? കേരളത്തിലെ ഹൈക്കോടതി ഈ പരാതിക്കാരിയോട് ചോദിച്ച കാര്യങ്ങൾ. അപ്പോൾ എന്താ സംഭവം വേറൊന്നുമല്ല. പരാതിയായിട്ട് ആദ്യം പരാതിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അപ്പം ആരോ പിരികേറ്റി, നമ്മൾ പരാതി കൊടുക്കണം, നമുക്ക് അവനെ പൂട്ടണം, അവനെ തൂക്കിക്കൊല്ലണം, അങ്ങനെ രാഹുലിനെ തൂക്കിക്കൊല്ലും എന്ന് കരുതിയിട്ട് ആരോ പറഞ്ഞതിൻ്റെ, ആരോ പ്രലോഭനങ്ങൾ നടത്തിയതിൻ്റെ, ആരോ ഓഫറുകൾ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ ഡയറക്റ്റ് പോയി കാണുന്നു. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ വ്യക്തിക്ക് പരാതി കൊടുക്കാനാണെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന SIT സംഘം ആദ്യഘട്ടത്തിൽ ഈ ആളെ നേരിട്ട് ഇങ്ങോട്ട് വന്ന് കണ്ട് പരാതി കൊടുക്കണം, നിങ്ങൾ പരാതി തരണം, നിങ്ങൾ നിയമപരമായി നേരിടണം എന്ന് പറഞ്ഞപ്പോൾ ഞാനില്ല, അന്ന് പറഞ്ഞ് ഞാനില്ല എന്ന്. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമായപ്പോൾ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇല്ലേ? ഇപ്പം എന്താണ്, ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നു, വലിയ വിജയം UDFനുണ്ടായി. ജനങ്ങളുടെ ആഗ്രഹപ്രകാരം VD സതീശൻ മുഖ്യമന്ത്രിയായി. വന്ന ഉടനെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നു. പിന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ വർധന, സ്കൂൾ ടീച്ചേഴ്സ്, പ്രൈമറി ടീച്ചേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ്, ആയമാര്, പാചക തൊഴിലാളികൾ എല്ലാവരുടെയും ഓണറേറിയം വർധന. മഞ്ഞക്കുറ്റി വലിച്ചെറിഞ്ഞു തോട്ടിലേക്ക്. അവിടെ തീർന്നോ? അവിടെ തീർന്നില്ല. പിന്നെയോ, പിന്നെ ഈ പറയുന്ന പിണറായി വിജയന്റെ മൂട് താങ്ങികൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനെതിരെ അന്വേഷണം. അങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോൾ ഒരു കത്ത് എവിടേക്ക്? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വല്ല പരാതി ഉണ്ടെങ്കിൽ ഈ പരാതി, എനിക്കറിയില്ല ഈ പരാതിക്കാരികൾ എവിടെയാണ് താമസിക്കുന്നത്, ഏത് നാട്ടുകാരാണെന്നൊന്നും അറിയില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഒരു ഇട്ടാവട്ടത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുമല്ലോ, ഇല്ലേ? നമ്മൾ താമസിക്കുന്നതിൻ്റെ ഒരു ഏരിയ, ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ കേരളത്തിൽ. ഈ കേരളത്തിൽ അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ഇവർ താമസിക്കുന്നത് എവിടെയാണെങ്കിലും അതിൻ്റെ ചുറ്റുപാടിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും. ഇവരുടെ കേസ് ഓൾറെഡി അന്വേഷിക്കുന്നൊരു സംഘമുണ്ട്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഉണ്ട്. അപ്പോൾ ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഈ പറയുന്ന പോലീസിൽ ഏൽപ്പിച്ചാൽ പോരെ? അവർ ഈ SITക്ക് ഫോർവേഡ് ചെയ്യൂലേ? ഇനി അതല്ലെങ്കിൽ ഈ SITയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടല്ലോ, ഈ SITയുമായിട്ട് ഇവർ കണക്ഷൻ ഉണ്ടല്ലോ, ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയാലോ, അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു പരാതി ഇങ്ങനെ അതുണ്ടെങ്കിൽ അത് അവിടെ കൊടുത്താൽ പോരെ? ഇതെന്താ മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുക്കണോ? ഇപ്പം ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കണം. എന്തിനാ? അത് നമുക്ക് അവിടെ ഒരു തിരിപ്പുണ്ടാക്കണം, ഒന്ന് കോലിട്ടിളക്കണം. മനസ്സിലായില്ലേ? പോരാത്തതിന് രാഹുൽ മാങ്കൂട്ടം നിരന്തരമായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വാഭാവികം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പറയാനുണ്ട്? ഒന്നും പറയാനില്ല. പക്ഷേ ഇപ്പം വാർത്ത നോക്കൂ നിങ്ങൾ, രാഹുൽ മാങ്കൂട്ടം കേസിൽ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ആർക്കെതിരെ കത്തയച്ച്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണോ? ഇപ്പം ഞാൻ കണ്ടിട്ട് ഈ കേസിന് മുൻപും ശേഷവും രാഹുൽ മാങ്കൂട്ടം ഇവർക്ക് ആർക്കെതിരെയും ഒന്നും പറയുന്നൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ ബൈറ്റുകളും, എല്ലാ വീഡിയോകളും, എല്ലാ സോഷ്യൽ മീഡിയ കുറിപ്പുകളും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇതിലെവിടെയും അങ്ങനെ ഒന്ന് പറയുന്നതായിട്ട് നമ്മൾ കേട്ടില്ല. പിന്നെ ആരാ പറഞ്ഞേ? ആരൊക്കെയോ പറയുന്നതിന് രാഹുൽ മാങ്കൂട്ടം എന്ത് പേച്ചു? അപ്പം അതാരും ഒന്നും പേച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ആരും പറയരുത്. ഞാൻ പറയുന്നത് മാത്രം എല്ലാവരും വിശ്വസിക്കണം. അങ്ങനെയാണ്. കോടതിയിലും അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ആദ്യ കൂടിക്കാഴ്ച തന്നെ വലിയ ക്രൂരമായ പീഡനം. അപ്പോൾ കോടതി ചോദിക്കുക, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പലവട്ടം രാഹുലിനെ കാണാൻ പോയല്ലോ. അത് പോയിട്ടുണ്ട്. അപ്പോൾ അതോ
അത് അങ്ങനെ അത് ഇങ്ങനെ അത് അത് അതാ പിന്നെ പറഞ്ഞത് ഈ പറയുന്ന അപ്പോൾ ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് കോടതിയുടെ ഇടപെടലുകൾ. അപ്പോൾ നേരെ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു. സുപ്രീം കോടതി പറ്റി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദാക്കണം, എന്നെ കൊല്ലും. അപ്പം അപ്പം ഇതൊന്നും ആരും പറയരുതിട്ടാ. നമ്മളിത് അയ്യോ ആരും ഇതൊന്നും പറയരുത്. പറഞ്ഞാൽ പ്രശ്നമാണ്. ഇതാണ് അവസ്ഥ. ഇപ്പം എന്തായാലും സർക്കാരൊക്കെ മാറിയിട്ട് സർക്കാർ ഇങ്ങനെ ഷൈൻ ചെയ്ത് വരില്ലേ. ഇപ്പം ഏതുപോലെ ഉണ്ടെന്ന് അറിയാമോ? ഈ ശ്രീനിജൻ കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്ത് ഒരു ഉന്നതിയിലൊരു പ്രശ്നം ഉണ്ടായില്ല, പോലീസ് കുടിയൊഴിപ്പിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ശ്രീനിജൻ അവിടെ തോറ്റ MLA വന്നിട്ട് 2 ദിവസം കൊണ്ട് UDF സർക്കാർ വന്നു, എല്ലാം പൊളിച്ചു മാറ്റുന്നു. അപ്പോൾ ബേക്കുന്ന ആൾക്കാർ ചോദിച്ച്, നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായില്ലേ, എന്ത് കുന്താ ചെയ്തത് എന്ന്. അതുപോലെയാണ് ഇപ്പം ഇത്. സർക്കാർ വന്ന് സർക്കാർ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത് കാണുമ്പോൾ പല വിധത്തിലുള്ള മൂലം കടച്ചില്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് മറികടക്കണം. അപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടം. എന്താണ് രാഹുൽ മാങ്കൂട്ടടോ? എന്താണ് രാഹുൽ മാങ്കൂട്ടോ? ചിലക്കാണ്ട് പോയിനടോ, ഒരു പണിയില്ലാതെ കുറെ ഊളകൾ ഇറങ്ങിയിരിക്കുക.